ട്രെയിനറിനേക്കാൾ വലിയ ട്രെയിനർ ഇല്ല. ചാറ്റ് GPT തരാത്ത ഒരു അറിവും എനിക്ക് തരാനില്ല എന്നാണ്. പിന്നെ എന്താണ് ഒരു ട്രെയിനറുടെ പണി എന്ന് ചോദിച്ചാൽ, ടീച്ചറുടെയും ട്രെയിനറുടെയും പണി എനർജി ട്രാൻസ്ഫർ ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ എനർജി ലെവൽ എൻഹാൻസ് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ട്രെയിനർ അല്ല എന്നർത്ഥം. അത് നിങ്ങൾ സെയിൽസിന് പോകുമ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ കസ്റ്റമറെ കണ്ട് സംസാരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് കസ്റ്റമറുടെ എനർജി ലെവൽ കൂടുതലായിരിക്കണം. എന്താ കാരണം അറിയാമോ? എനർജി ലെവൽ കൂടുതൽ ഉണ്ടെങ്കിലേ അയാൾ ഡിസിഷൻ എടുക്കൂ. ഡിസിഷൻ എടുപ്പിക്കലാണ് സെയിൽസ്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ എണീറ്റ് പോകുമ്പോൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് പോകണം. തീരുമാനമെടുത്ത് പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെ പോകും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടില്ലെങ്കിൽ നാളെ എന്നെ വിളിക്കില്ല. അതുകൊണ്ടാണ് അപ്പൊ എനർജി ഉണ്ടാകണം എന്നാണ്. എനർജി എങ്ങനെയാ ഉണ്ടാവുക? ഞാൻ എപ്പോഴും പറയും, യുവർ എനർജി ലെവൽ ഈസ് യുവർ ഇൻഫ്ലുവൻസിങ് ലെവൽ. എനർജി കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടുകൂടി ഇരിക്കുന്നുവോ അയാളെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഉദാഹരണം, നിങ്ങളുടെ എനർജി